ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അപ്പം ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്, എപ്പോഴോ ഏതൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഷോർട്സും എടുത്തിട്ടുണ്ട്. കണ്ടൻറ്റ് ദാരിദ്ര്യമാണ്, എന്നാലും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വീർത്ത് കിട്ടി ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഞാൻ രാവിലെ എണീറ്റതേ ഉള്ളൂ. ഇത് സുപ്രഭാതമാണ്, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം സുപ്രഭാതമാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. സോ മഴയൊക്കെ ആസ്വദിച്ച്, മഴ പെയ്ത് കഴിഞ്ഞു, തോർന്നു. പക്ഷേ ആ പ്രകൃതി രമണീയത ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് നനഞ്ഞ പ്രകൃതിയെ കാണാൻ നല്ല സുന്ദരിയാണ്. സാഹിത്യം. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു ഫുഡ് പാറ്റേൺ ഒന്നും കൊണ്ടുപോകുന്ന ആളല്ല. എന്താണോ കഴിക്കാൻ കിട്ടുന്നത് അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഡയറ്റ് നേരത്തെ ഫോളോ ഒക്കെ ചെയ്യായിരുന്നു, അപ്പം അതുമില്ല. അപ്പോൾ വരും, നിങ്ങളെ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നതും കഴിച്ചതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി രമണീയത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്ന പ്രകൃതി രമണീയത. തൽക്കാലം ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷെ കുഴപ്പമില്ല, പച്ചപ്പ് കുറച്ച് കാണുന്നത് തന്നെ കണ്ണിന് ആശ്വാസമാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. ഞങ്ങളുടെ ബാൽക്കണിയിൽ ഒരു ജാതി തോട്ടമല്ല, ഒരു ജാതി നിപ്പുണ്ട്. അത് നല്ല കിടുക്കാച്ചി ജാതി. അപ്പം അതിൻ്റെ പച്ചപ്പ് കാണാൻ നല്ല രസമാണ്. കൂട്ടത്തിൽ ഒരു ചായയും കൂടിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഞാൻ ആരംഭിക്കാൻ പോവാണ്. എന്തായാലും ചായ, ഒരു പാൽ ചായ, നല്ല സ്ട്രോങ് പാൽ ചായയിൽ നിന്നുമാണ് എൻ്റെ ഏത് ദിവസവും ആരംഭിക്കുന്നത്. ചായ മസ്റ്റാണ്. ചായയോ കാപ്പിയോ, ചായയാണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം. നല്ല സ്ട്രോങ് ചായ. കാരണം സ്ട്രോങ് ചായ ഉള്ളിൽ ചെല്ലുമ്പോൾ മറ്റേ പെട്രോൾ തീർന്ന വണ്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക്. ഏത് അസുഖവും ഏത് ക്ഷീണവും പമ്പ അടക്കും ഒരു ഗ്ലാസ് സ്ട്രോങ് ചായ എനിക്ക് കിട്ടുമ്പോൾ. സോ അപ്പം തുടങ്ങുമല്ലേ, വാ. എൻ്റെ ഹോൾ ഡേക്ക് വേണ്ടിയുള്ള എനർജി ഡ്രിങ്കാണ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ചായ, നല്ല തിളച്ച ചായ. നമ്മുടെ സോള് പാൽ കുടിക്കും കേട്ടോ. അവൾക്ക് എല്ലാ ദിവസവും പാല് വേണം. അപ്പം പാലിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അവൾ കാത്തി കെട്ടി കിടക്കും. പാലിന് വേണ്ടിയുള്ളൊരു കിടപ്പാണ്. രാവിലെ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് ഒന്നുമില്ല, ഇപ്പോൾ ഈ കാണുന്നതാ ഇത്രയേ ഉള്ളൂ പാല്. അവൾക്ക് പാല് കൊടുത്ത് ഒന്നെങ്കിൽ പപ്പ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കും. കൂടുതലും പപ്പയാണ് അവൾക്ക് പാല് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഈ ചായ ഗ്ലാസ് കണ്ട ആരും പേടിക്കണ്ട, ഞാൻ ഇത്രയും വലിയ കപ്പിലാണ് ചായ കുടിക്കുന്നത്. എൻ്റെ എനർജി ഡ്രിങ്ക്, അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ എന്നെ താങ്ങി നിർത്തുന്ന ഒരു കപ്പ് ചായ. വേറെ ബ്രൂ ഒന്നുമില്ല, ബ്രൂ നെസ്കഫേ ഒന്നുമില്ല, സ്ട്രോങ് ടീ ഓൺലി. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ഗൈസ്. ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തിയുടെ പ്രോസസ്സിങ് കുറച്ച് തുടങ്ങി വെച്ചു. നെക്സ്റ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഈ മേലത്തെ സാധനം പോയതുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ എടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിട്ടിരിക്കുകയാണ്. റെഡി ആക്കുമ്പോൾ കാണിച്ചു തരാം. ചപ്പാത്തിയുടെ പരിപാടിയെല്ലാം മമ്മിയാട്ടോ നോക്കുന്നത്. എനിക്ക് മമ്മി ഉണ്ടാക്കുന്ന ചപ്പാത്തി ഇഷ്ടമാണ്. എണ്ണയൊന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ അറവയറായിട്ടിരിക്കുന്ന ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരും മമ്മി. അത് നല്ല ടേസ്റ്റ്. പിന്നെ പൊട്ടേറ്റോ വന്നിട്ട് പപ്പയുടെ കലാപരിപാടിയായിരുന്നു. ഈ പൊട്ടറ്റോ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ബിക്കോസ് ഞാൻ എൻ്റെ മുന്നത്തെ ഷോർട്സിലും വീഡിയോസിലും എല്ലാം ഈ പൊട്ടറ്റോ മെഴുകുവരട്ടിയും പൊട്ടറ്റോയുടെ കുറേ റെസിപ്പീസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. അപ്പം ഇങ്ങനെ ചപ്പാത്തിയും ചൂട് പൊട്ടറ്റോയും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാം. കൊച്ചിലെ തൊട്ട് എനിക്ക് പുസ്തക വായനയുടെ നേരിയ അസ്കിതയുണ്ട്. നേരിയല്ല, നല്ല ഏറെ അസ്കിതയുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് ചരിത്ര പ്രാധാന്യമുള്ള ബുക്കുകളിനോടാണ് കുറച്ചും കൂടി ക്രേസ് കൂടുതൽ. അപ്പോൾ ഇപ്പം ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസസ് ഓഫ് ട്രാവൻകൂറിൻ്റെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ബുക്കാണ്. ചരിത്രം വെളിച്ചത്തിലേക്ക്, ശ്രീ ചിത്രഗാഥ എന്ന് പറഞ്ഞിട്ട്.
കവടിയാർ കൊട്ടാരത്തിൽ പോയതും തമ്പുരാട്ടിയെ കാണാൻ പറ്റിയതും ഒക്കെ മഹാഭാഗ്യമായിട്ട് കാണുന്നു. അത് ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണണം കേട്ടോ. ഊണ് കഴിക്കാനുള്ള സമയമായപ്പം ചോറും കറികളും ഒക്കെ റെഡിയായി. ചോറ്, ചിക്കൻ കറി, പിന്നെ കൂർക്ക മെഴുക്ക് വരട്ടി, മീൻ കറി, പൊട്ടറ്റോ ഒക്കെ ആയിരുന്നു ഉച്ചക്കത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ്. എല്ലാ ദിവസവും ചിക്കനും മീനും അങ്ങനെ ഇല്ല. ചില സമയത്ത് ചിക്കൻ ഉണ്ടാവും, ചില സമയത്ത് മീനായിരിക്കും. കൂടുതലും മീൻ കറി, മീൻ പറ്റിച്ചത്, മീൻ വറുത്തത്, ഈ ഐറ്റംസൊക്കെയാണ്. പിന്നെ എനിക്ക് കൂർക്ക വലിയ ഇഷ്ടമാണ്, കൂർക്ക മെഴുക്ക് വരട്ടി. അത് കുരുമുളക് ഇട്ട് വെക്കുന്ന ഇഷ്ടമാണ്, മുളക് ഇട്ട് വെക്കുന്ന ഇഷ്ടമാണ്. മീൻ കറി ഫ്രിഡ്ജ് വെച്ച കാരണം കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്നത്. കുറച്ചും കൂടെ മിച്ചം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ചൂട് ചോറ്, മീൻ കറി, പൊട്ടറ്റോ മെഴുക്ക് വരട്ടി രാവിലെ വെച്ചതായിരുന്നു. അതിനും ടേസ്റ്റ് ഇങ്ങനെ കൂടി വന്നു. പിന്നെ ഇത് നമ്മുടെ സോളുവിന് വേണ്ടിയിട്ടുള്ളത്. അവൾക്ക് ചോറും ചിക്കനും ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കും. എവിടെ പോവാ സോളു? എവിടെ പോവാ? പപ്പാടെ കൂടെ കുണുങ്ങി പോവാ. നോക്കുക എവിടെ പോവാ പപ്പയും മോളും? പോയിട്ട് വാ. വാല് നനയ്ക്കല്ലേ. ആ വാലയിലെ കളഞ്ഞു അപ്പ അവൻ. ഓ ഈ ചെറുക്കൻ കണ്ടോ വാലയില എന്തി സോളു. കുഞ്ഞോ കുഞ്ഞി പോണേ ഇറക്ക അവിടുന്ന്. കുഞ്ഞി അവനെ ഞാൻ മുട്ടുന്നില്ല, പക്ഷെ അവൻ എന്നെ മുട്ടിക്കണ കിടക്കുക. അയ്യോ ഓമന. ബിസ്ക്കറ്റ് വേണോ? പാലേജ് ബിസ്ക്കറ്റാണോ ആരോ റൂട്ടാണോ വേണ്ടേ? ആരോ റൂട്ടാണോ വേണ്ടേ? ഒരു ആരോ റൂട്ട് തരട്ടെ? എടുത്തോണ്ട് വരട്ടെ? ആ പോടി അവിടുന്ന്. നീ മൂത്രം ഒഴിച്ചു വെക്കുക, എനിക്കറിയാം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത ദിവസം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കയറേണ്ടതായിരുന്നു. സോ ഞാൻ എല്ലായ്പ്പോഴും നൈറ്റ് ഷിഫ്റ്റ് കയറുന്നതിന് മുന്നേ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ തന്നെയായിരിക്കും രാത്രിയിൽ ഉണ്ടാവുക. അത് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് അങ്ങനെ കഴിപ്പൊന്നുമില്ല. അങ്ങനെയല്ല, കഴിപ്പില്ല. നമുക്ക് വീട്ടിലത്തെ ഈ ചോറും ഈ കറിയൊക്കെ കഴിച്ച് രാത്രി ചോറ് കഴിക്കരുതെന്നാണ്. പക്ഷേ എനിക്കെന്തോ ചോറില്ലെങ്കിൽ ഒരു വിമിഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെള്ളം കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ. സോ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു പീസ് കേക്കും കൂടെ കഴിച്ചാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ടാറ്റാ.